ഗുഡ് മോർണിംഗ് എവരിബഡി. മാർക്കസ് കിച്ചൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എനിക്ക് ഇന്നിവിടെ ഒന്ന് രണ്ട് നല്ല പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ജാം ഉണ്ടാക്കാം എന്ന് ഞാൻ പ്ലാൻ ഇടുകയാണ്. അപ്പം ഒരു പൈനാപ്പിൾ ജാം എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എന്താണെന്നുള്ളതിലേക്ക് പഴുക്കാത്ത നല്ല രണ്ട് കൈതച്ചക്കയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആദ്യമായിട്ട് അതിനെ തൊലി ചെത്തണം. ഇത് സ്വല്പം പഴുപ്പ് കൂടിപ്പോയതിനാൽ ഞാനിതിനെ കത്തി കൊണ്ട് ചോപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പച്ചയായിരുന്നെങ്കിൽ ഫുഡ് പ്രോസസ്സറിൽ ചോപ്പ് ചെയ്യാമായിരുന്നു. ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. പൈനാപ്പിൾ നല്ലതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഒരു ബൗളിലേക്ക് മാറ്റണം. കൊത്തി അരിഞ്ഞെടുത്തപ്പോൾ ഏകദേശം 1.25 കിലോ പൈനാപ്പിളുണ്ട്. ജാം ഉണ്ടാക്കുന്നതിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. ഏകദേശം 1.25 കിലോ ചോപ്പ് ചെയ്ത പൈനാപ്പിൾ, 1 കിലോ ഷുഗർ, 25 ഒരു 10-15 1 ഇഞ്ച് വലിപ്പമുള്ള കറുവാപ്പട്ടയുടെ പീസസ്, ഒരു 4-5 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ്, ഒരു നുള്ള യെല്ലോ കളർ. ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. കേടുവരാതിരിക്കാനായിട്ട് ഒരു 1.5 ടീസ്പൂൺ സിട്രിക് ആസിഡും ഒരു 2 നുള്ള പൊട്ടാസ്യം ബൈസൾഫേറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. അപ്പം ഈ 6-7 സാധനങ്ങൾ മാത്രമാണ് ജാമിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ കറുവാപ്പട്ടയും ഗ്രാമ്പൂവും ചതച്ച് പൈനാപ്പിളിൽ മിക്സ് ചെയ്ത് സ്വല്പം വെള്ളമൊഴിച്ച് തിളപ്പിച്ചിട്ട് ഒരു സ്ട്രെയിനർ കൊണ്ട് കറുവാപ്പട്ടയും ഗ്രാമ്പൂവും എടുക്കണം. എടുത്തു കഴിഞ്ഞതിന് ശേഷം ഷുഗർ അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് ഒട്ടുന്ന പരുവാകുമ്പോൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അല്പം കളറും അല്പം എസൻസും ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ പൈനാപ്പിൾ ജാം റെഡിയായി കിട്ടും. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കറുവാപ്പട്ടയും ഗ്രാമ്പൂവും ഇട്ട പൈനാപ്പിൾ ചങ്ക്സ് ഞാൻ ഒരു പാത്രത്തിലേക്ക് കുക്ക് ചെയ്യാനായിട്ട് ഇടുകയാണ്. അതിനുശേഷം എടുത്തു വെച്ച ഷുഗറും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തു നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തു. അളവ് കപ്പിന് ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. തിളച്ച വെള്ളം. ഒരു നൂൽ ഇഴ വരുന്നത് വരെ ഇതിന് തിളപ്പിച്ച് പറ്റിക്കണം. അത് കഴിഞ്ഞ് ഒരു നുള്ള യെല്ലോ കളറും എസൻസും ചേർത്ത് വാങ്ങി വെച്ച് തണുപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പൈനാപ്പിൾ നല്ലതായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇട്ടതിൻ്റെ 90% കറുവാപ്പട്ടയും ഗ്രാമ്പൂവും ഞാൻ എടുത്ത് മാറ്റിക്കഴിഞ്ഞു. ദ പൈനാപ്പിൾ ഈസ് കുക്ക്ഡ് ഇൻ ദ സിറപ്പ്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് റെഡി ടു ഗോ. പൈനാപ്പിൾ ഷുഗർ സിറപ്പിൽ നല്ലപോലെ വെന്ത് കഴിഞ്ഞു. ഞാനതിനകത്ത് സ്വല്പം യെല്ലോ കളർ ആഡ് ചെയ്തു. സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി ഏകദേശം ഒരു നൂൽ പരുവമാണ്. 1 string കൺസിസ്റ്റൻസി. പൈനാപ്പിൾ ജാം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. തീ ഞാൻ ഓഫ് ചെയ്യുകയാണ്. പൈനാപ്പിൾ ജാം ഫ്രം മാർക്കസ് കിച്ചൻ. ഒരു നൂലിഴ പരുവത്തിൽ ഷുഗർ സിറപ്പും പൈനാപ്പിളുമായി കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. അതിലേക്ക് ഒരു 4-5 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ് ആഡ് ചെയ്യുകയാണ്. പൈനാപ്പിൾ ജാം റെഡി ടു ഗോ.
ഒരു പുതുപുത്തൻ എപ്പിസോഡുമായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നവരത്തേക്കും നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഇഫ് യു ലൈക്ക് ദ വീഡിയോ, please subscribe, share, like and give your valuable comments. Bye bye.